ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബർഗറാണ്. ചിക്കൻ ബർഗറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ബർഗർ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ ഇഞ്ചി 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്തതിന് ശേഷം നമ്മളത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളതാണ്. 2 പച്ചമുളക്, അതുപോലെ മല്ലിയിലയുടെ തണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ആദ്യം തന്നെ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ബാക്കി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക്, അതുപോലെ തന്നെ ക്യാരറ്റ്, മല്ലിയിലയുടെ തണ്ട് അതൊക്കെ കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകാനും പാടില്ല. നമുക്ക് ഒന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുക. ഒത്തിരി വെള്ളം ഒഴിക്കരുത്. നമുക്കൊന്ന് കൈ കൊണ്ടൊന്നിങ്ങനെ ഒന്ന് തളിച്ച് കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. അപ്പം നമുക്ക് ക്യാരറ്റ് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. കരിഞ്ഞു പോകാതെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ക്യാരറ്റ് ഇവിടെ വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ മിൻസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചിക്കൻ മിൻസ് ഞാനിവിടെ 1 കപ്പ് ചിക്കൻ മിൻസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനകത്ത് വെള്ളമൊക്കെ ഒരു അരിപ്പയിലേക്ക് വെച്ച് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വാലാൻ വേണ്ടി വെച്ചിരുന്നു. അതിന് ശേഷമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ കണക്കിന് മയോണീസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഒറിഗാനോ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് നിങ്ങൾ ഇളക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഒക്കെ കൂടി നമുക്ക് വീണ്ടും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ബ്രെഡ് ക്രംസ് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് വേണ്ടത്, ഞാനിവിടെ ഒരു ബൗളിൽ ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ചീസാണിത്. 1 കപ്പ് ചീസുണ്ടത്. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തു. അതുപോലെ ഒറിഗാനോ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു 1/2 ടീസ്പൂൺ ബ്രെഡ് ക്രംസും കൂടെ ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം. നന്നായിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ പാറ്റീസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതുപോലെ ഒരുവിധം മീഡിയം സൈസിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ എടുക്കുന്നതിനെക്കാട്ടിലും ഇച്ചിരി കൂടുതലായിട്ട് നമുക്ക് ഇതിൻ്റെ ബോൾ എടുത്തിട്ട് നമുക്ക് ചിക്കൻ കയ്യിലെടുത്ത് നമുക്ക് ഇതുപോലൊരു ബോൾ പോലെ ആക്കിയതിന് ശേഷം അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒന്ന് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചീസ് നമുക്ക് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് ഇടയിട്ട് നല്ലപോലെ ഒന്ന് കൈ വെള്ളയ്ക്കകത്ത് വെച്ചൊന്ന് കുഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചീസിൻ്റെ മിക്സ്ചർ നമ്മൾ ഉണ്ടാക്കിയല്ലോ അത് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടച്ചു കൊടുത്തതിന് ശേഷം ക്ലോസ് ചെയ്യുക. സൂക്ഷിച്ച് വേണം ക്ലോസ് ചെയ്യാൻ. ചീസ് പുറത്തേക്ക് വരാതെ നമ്മൾ നന്നായിട്ട് കൈവെള്ളയിൽ വെച്ച് നന്നായിട്ടൊന്ന് അടച്ചതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. അതായത് ഉണ്ടോ, ഇപ്പം ബർഗറിനകത്തൊക്കെ ഇരിക്കുന്ന പാറ്റീസിൻ്റെ ഷേപ്പിൽ നമുക്കിത് ആക്കി കൊടുക്കണം. കൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് ചെയ്താൽ മതി. കയ്യിലല്പം വെള്ളം തൊട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എളുപ്പം. ഒത്തിരി വെള്ളമാക്കരുത്. ചെറുതായിട്ട് വെള്ളത്തിൽ കയ്യിൽ നിന്ന് നനച്ച് വെച്ച് നമ്മളിതിങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് നന്നായിട്ടത് ക്ലോസ് ചെയ്യണം. ചീസ് വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടത് അടയ്ക്കണം, അല്ലെങ്കിൽ ചീസ് പുറത്തേക്ക് ചാടി വരാൻ സാധ്യതയുണ്ട്. അത് ചൂടാകുമ്പോൾ ചീസ് ഉരുകി പുറത്ത് വരും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ടത് ക്ലോസ് ചെയ്യണം. നന്നായിട്ട് കൈ വെള്ളയ്ക്കകത്ത് വെച്ച് നന്നായിട്ടത്
അടയ്ക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോഴേക്കും ഞാൻ ആ ക്യാരറ്റ് ഫ്രൈ ചെയ്ത പാൻ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് ഞാൻ എണ്ണ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനത് ക്ലീൻ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പാറ്റീസ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇത് പതുക്കെ വേവിച്ചെടുക്കണം. നമ്മുടെ ചിക്കനൊക്കെ വേവാത്ത ചിക്കനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് പതുക്കെ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. വേവിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ബൗൺസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. ഈ പരുവാകുമ്പം നമുക്ക് മാറ്റണം. പിന്നെ ആ ചൂട് തന്നെ ഇരുന്ന് വീണ്ടും നമ്മളുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ 3 കളറിലുള്ള ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടോ അത് എടുക്കാവുന്നതാണ്. ഞാൻ ഗ്രീൻ, യെല്ലോ, റെഡ് കളറിൽ 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ജൂലിയൻ കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂട്ടത്തിൽ ഒരല്പം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസ്റ്റാർഡ് സോസാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. മസ്റ്റാർഡ് സോസ് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. അല്ലെങ്കിൽ മസ്റ്റാർഡ് ഉണ്ടെങ്കിൽ ഒന്ന് അരച്ച് പൊടിയാക്കി ചേർത്താലും മതിയാവും. മസ്റ്റാർഡ് സോസ് 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഹണിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇത് വേവാനുള്ള ഉപ്പും കൂടി നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കണം. വേണമെങ്കിൽ അല്പം വെള്ളം ഒന്ന് തിളച്ച് കൊടുത്താൽ അത് നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. ഇനി ഞാൻ അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒനിയനാണ് നമുക്കിത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ബട്ടറിനകത്ത് വേണം ഒനിയൻ ഫ്രൈ ചെയ്യാനായിട്ട്. ബനിയൻ ഇച്ചിരി തിക്കായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യണം. കണ്ട ഈ സൈസിലാണ് ഞാൻ കരുതിയിരിക്കുന്ന സൈസിൽ തിക്കായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ബണ്ണൊന്ന് മുറിച്ചതിന് ശേഷം അത് അല്പം ബട്ടർ ചേർത്ത് അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മയോണീസാണ് ആദ്യം ചേർത്തത്. നല്ലപോലെ മയോണീസ് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ടൊമാറ്റോ വെച്ച് കൊടുക്കുക. അതിലേക്ക് ലാറ്റീസ് ലീഫ് വെച്ച് കൊടുക്കുക. സാലഡിൻ്റെ ഇലയാണ് അത് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ഒനിയൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കുക്കുംബർ വേണമെങ്കിൽ കുക്കുംബർ അരിഞ്ഞു വയ്ക്കാം. ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നിങ്ങൾക്കിത് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ദയവായി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സ്നേഹവും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ബർഗറൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ഒക്കെയുള്ള സാധനങ്ങളാണ്. കൂടുതലൊന്നും ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല. എളുപ്പമായിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓക്കെ, ബൈ.